കണ്ടെയ്നറിൽ പൊട്ടിത്തെറിയുണ്ടായി. തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പലിലെ തീയണയ്ക്കാനായി കപ്പലിലേക്ക് ആകാശത്ത് നിന്ന് രാസപ്പൊടി പാക്കറ്റുകൾ വിതറി. ഇന്ന് വൈകിട്ടോടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കപ്പലിന് തീ പിടിച്ചിട്ട് 4ാം ദിവസമായിട്ടും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. തുടർന്നാണ് തീ കെടുത്താനായി കൂടുതൽ മാർഗങ്ങൾ അവലംബിച്ചത്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും കപ്പലിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും തീയുണ്ട്. ഇതുകൂടി അടയ്ക്കാനാണ് രാസപ്പൊടി വിതറുന്നത്. കപ്പലിനെ ഉൾക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പ്രക്രിയയും തുടരുന്നു. അതിസാഹസികമായാണ് കപ്പലിൽ ഇറങ്ങി വടം കെട്ടിയത്. മറ്റൊരു കോസ്റ്റ് ഗാർഡ് കപ്പലുമായി വടം ബന്ധിച്ചാണ് ഉൾക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനം നടക്കുന്നത്. നിലവിൽ കപ്പൽ 15 ഡിഗ്രി ചരിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ദൗത്യമാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. കോസ്റ്റ് ഗാർഡും നാവികസേനയും വ്യോമസേനയും മറ്റു ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ഏജൻസികളും സംയുക്തമായാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കടലിൽ വീണ കണ്ടെയ്നറുകൾ കിഴക്ക് തെക്ക് ഭാഗത്തായി ഒഴുകുന്നുണ്ട്. കേരള തീരത്തെത്താനുള്ള സാധ്യത കുറവാണെങ്കിലും സാഹചര്യങ്ങൾ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal.